ചിത്രകല എനിക്ക് വരയ്ക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരുവിധം ഭംഗിയായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു. പക്ഷെ പിന്നെ ചിത്രങ്ങളോട് ആര് വരച്ചാലും അത് വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പിന്നെ റിട്ടയർമെന്റിന് ശേഷമാണ് ശരിക്കും ശ്വാസം കിട്ടാന്ന് വേണമെങ്കിൽ പറയാം. സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു വർക്കും വീട്ടിലെ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാൻ. കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. ആ കൂട്ടത്തില് ആണ് സാറിന്റെ വീഡിയോ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി ഏത് പ്രായക്കാർക്കും ഇത് പഠിക്കുന്നതിൽ അത്ര നാണക്കേടൊന്നും ഇല്ല. ഇത് എന്റെ ഒരു പാഷനാണ്. സത്യത്തിൽ എനിക്കൊരു ആർട്ടിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സാറിന് എന്റെ പടങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായി എന്നുള്ളതാണ്, കുറച്ചുകൂടെ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. എനിക്കിനിയും മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു തോന്നൽ, അതാണ് പ്രധാനമായിട്ടുള്ളത്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയായ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിന്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു ജേണി എങ്ങനെയാണെന്ന് അടുത്തറിയാനുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ മിനി ശങ്കർ മാം ഉണ്ട്. അപ്പോൾ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് സക്സസ് ക്രിയേറ്റ് ചെയ്ത് ആർട്ട് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് പഠിച്ച് എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ് മാം. നമ്മുടെ ഒപ്പം ഇരിക്കുന്നത് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ്. സോ ഇൻട്രൊഡ്യൂസ് ചെയ്തോ, എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ താമസിക്കുന്നത് തുറവൂര്, ചേർത്തലയ്ക്കടുത്താണ്, ആലപ്പുഴ ജില്ല. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാനും ഹസ്ബൻഡും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോളും ഇളയത് മോനുമാണ്. മൂത്ത മോള് സിംഗപ്പൂരിലാണ്. മോളും ഹസ്ബൻഡും കുടുംബമായിട്ട് സിംഗപ്പൂരിലാണ്. രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യുന്നു. മോള് സയന്റിസ്റ്റ് ആണ്. മോൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ബാംഗ്ലൂരിലാണ്. അവന് മാരീഡ് ആണ്, കുട്ടികളായിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഡീനും ഒക്കെ ആയിരുന്നു, റിട്ടയർ ചെയ്തു. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളില് ടീച്ചറായിരുന്നു, പിന്നെ പ്രിൻസിപ്പലായിട്ടാണ് റിട്ടയർ ചെയ്തത്. 4 വർഷമായി റിട്ടയർ ചെയ്തു. പിന്നെ സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. ചിത്രകല എവിടെ മുതലാ സ്റ്റാർട്ട് ചെയ്ത്? ചെറുപ്പത്തിൽ വരയ്ക്കായിരുന്നോ? ചിത്രകല എനിക്ക് വരയ്ക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരുവിധം ഭംഗിയായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു. പക്ഷെ പിന്നെ ചിത്രങ്ങളോട് ആര് വരച്ചാലും അത് വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ മത്സരങ്ങൾക്കും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഞാനത് പ്രത്യേകം ആ കുട്ടികളെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അവരൊക്കെ വരച്ച ചിത്രങ്ങളൊക്കെ എനിക്ക് കൊണ്ട് തരുമായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് അവർ പ്രത്യേകം വേറെ പടം വരച്ചൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതുപോലൊക്കെ ഒന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ റിട്ടയർമെന്റിന് ശേഷമാണ് ശരിക്കും ശ്വാസം കിട്ടാന്ന് വേണമെങ്കിൽ പറയാം. സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു വർക്കും വീട്ടിലെ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാൻ. അതിന് റിട്ടയർ ചെയ്ത സമയത്ത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് എങ്ങും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കുറെ യാത്രകൾ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ 2 കൊല്ലം അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു പോയി. അപ്പോൾ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് ഈ എന്തെങ്കിലും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പാട്ട് പാടുമായിരുന്നു അത്യാവശ്യത്തിന്. പക്ഷെ അത് പിന്നെ സൗണ്ട് ഒന്നും അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ടും, പിന്നെ ആ ടൈം ആയതുകൊണ്ട് പാട്ട് പഠിക്കണം വിചാരിച്ചെങ്കിലും നടന്നില്ല. പിന്നെ ഓൺലൈനായിട്ട് ചിത്രകല പഠിക്കാനുള്ള ഒരു ശ്രമമായി. കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. ആ കൂട്ടത്തില് ആണ് സാറിന്റെ വീഡിയോ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി ഏത് പ്രായക്കാർക്കും ഇത് പഠിക്കുന്നതിൽ അത്ര നാണക്കേടൊന്നും ഇല്ല. ഇത് എന്റെ ഒരു പാഷനാണ്. സത്യത്തിൽ എനിക്കൊരു പിന്നെ ഒരു ഏത് പടം കണ്ടാലും ആ ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. അത് പലർക്കും വരച്ചു കൊടുക്കുകയും പഠിക്കുന്ന കാലത്തും വരച്ചു കൊടുക്കുകയും നന്നായിട്ട് റെക്കോർഡ് വരയ്ക്കുകയും മക്കൾക്കൊക്കെ പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ടൊക്കെ വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ ആർട്ടിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഞാനിങ്ങനെ ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങിയിരുന്നു ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ അതിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ ഞാൻ ഓർത്തത് ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊഫഷനാക്കി എടുക്കാനൊന്നും അല്ലല്ലോ, ഒരു സമയം പോകാനുള്ള ഒരു മാർഗം
ഒരു സന്തോഷം. അതൊക്കെയാണ് അതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് സാറിന്റെ ക്ലാസ് കണ്ട് ഞാൻ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞാണ് എനിക്ക് കൂടുതലായിട്ട് അതിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയതും പുതിയ പുതിയ ടെക്നിക്സും അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അങ്ങനെ ഇപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് പ്രോത്സാഹനമുണ്ട്. എല്ലാവരും എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്. വരച്ചോ, അതിനുള്ള മെറ്റീരിയൽസ് വേണം, അങ്ങനെ എന്തൊക്കെ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ മക്കളാണെങ്കിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നമേ ഉള്ളൂ, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വരയ്ക്കാൻ പറ്റാറില്ല. കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ വരയ്ക്കും. ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ തിരിച്ചു വരണം, ഇതിലേക്ക് തന്നെ വരണം ടൈം കിട്ടുമ്പോഴൊക്കെ. അങ്ങനെ ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് മക്കളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഒക്കെ ഇതിന് കുറച്ച് ബ്രേക്ക് വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ 2 ജോയിൻ മാസം ചെയ്തതിന് എനിക്ക് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ആർട്ടിലും ലൈഫിലും? ആർട്ടിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സാറിന്റെ പടങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഉം. ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായി എന്നുള്ളതാണ്, കുറച്ചുകൂടെ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. പിന്നെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു തോന്നൽ, അതാണ് പ്രധാനമായിട്ടും ഉള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച ഡ്രോയിങ് കയ്യിലുണ്ടോ? പിന്നെ ലേറ്റസ്റ്റ് ഒന്ന് ആയിട്ട് കാണിച്ചു. വരച്ചതായിരുന്നു ഇത്. കഴിഞ്ഞ 2 ദിവസം, ഒരാഴ്ച മുന്നേ പോസ്റ്റ് ചെയ്തു. ഉം. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കയറിയിട്ട് മാമിന്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കാട്ടോ. ഇന്നിപ്പോ 1-2 പഴയ ചിത്രങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. ഇതാണ് ഇപ്പൊ കാണിച്ചു തന്ന ചിത്രം അല്ലേ? അതാണ് ഇപ്പൊ കാണിച്ചത്. ഗുഡ്. കാര്യമായിട്ട് വരച്ച ലേറ്റസ്റ്റ് ചിത്രം ഇതായിരുന്നു. പിന്നെ ഒന്ന് ഇതെനിക്ക് നന്നായിട്ടുണ്ട്. ഇതില് കുറച്ച് അന്ന് ഒരു ഇതുണ്ടായിരുന്നല്ലോ, മാരത്തോൺ, അതിന് തന്ന പിക്ചറായിരുന്നു. ഞാൻ അന്ന് ഔട്ട്ലൈൻ മാത്രം വരച്ചു വെച്ചിരുന്നത്, കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പൊ എനിക്ക് ചെയ്യണം തോന്നി. അങ്ങനെ ഇതെല്ലാം ഫോട്ടോ നോക്കിയിട്ടല്ലേ വരയ്ക്കുന്നത് ഇപ്പൊ കയ്യിലുള്ള ചിത്രമൊക്കെ? ഇതെല്ലാം പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ പിക്ചർ വെച്ച് വരച്ചതാണ്. ഓക്കെ. ക്ലാസ്സിൽ വരും മുമ്പ് ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യായിരുന്നു. ഷെയ്ഡിംഗ് ഒക്കെ അറിയായിരുന്നോ? മുമ്പ് വരച്ച പടങ്ങളാണ്. ഇത്തവണത്തെ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോണിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അന്നേരം ഞാൻ ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തില്ലായിരുന്നു. തന്നെയല്ല, പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ആ 21 ദിവസം എനിക്ക് കണ്ടിന്യൂസ് പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായിരുന്നു. ഓണത്തിന്റെ സമയം. അന്നേരം മോളുടെ അടുക്ക പോയിരിക്കുവായിരുന്നു. എന്നിട്ട് ഞാൻ ഒക്കെ വരച്ചായിരുന്നു. പിന്നെ ഈ ഡ്രോയിങ്സ് ഒക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നുള്ളതൊരു, ഞാനൊരു ഇത് വാങ്ങിച്ച അതിനകത്തെ ആ ഫോൾഡറിനകത്ത് കയറ്റി വെക്കുകയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. വളരെ നന്നായിട്ടുള്ളത്. അങ്ങനെ ചാർക്കോൾ അത് സ്പ്രേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അടിച്ചിട്ടില്ല. സ്പ്രേ അടിക്കുമ്പോൾ ചെറുതായിട്ട് പെയിന്റിംഗ് ഒന്ന് ഡ്രോയിങ് ഡള്ളാവും. സ്പ്രേ അടിക്കുന്നത് നല്ലതാ, സ്മഡ്ജ് ആവാതിരിക്കാനായിട്ട്. കൂടാതെ കുറെ കൂടി നല്ല ആർട്ട് വർക്ക് ആണെങ്കിൽ ലാമിനേഷൻ ചെയ്യാൻ പറ്റും. പ്രിന്റ് ഇടുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ലാമിനേഷൻ ചെയ്തു തരും. ഞാനിങ്ങനെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ലാമിനേഷൻ അല്ല, പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് അല്ല, അറിയാത്ത പോലെ ഡ്രോയിങ് പോലെ തന്നെ ഇരിക്കും. ലാസ്റ്റ് ടൈം ഇവന്റ് മിസ്സാക്കിയില്ല. ഇവന്റിൽ വന്നില്ലല്ലോ മാം? വന്നില്ല. ഇവന്റിൽ വന്നവര് കുറെ പേര് ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഈ പ്ലാസ്റ്റിക്കിന്റെ ലാമിനേഷൻ അല്ല, അതിന്റെ മുകളിൽ ജസ്റ്റ് ഫിക്സേറ്റി സ്പ്രേ അടിക്കുന്ന പോലെ തന്നെ കോട്ടിങ് വരുള്ളൂ. തൊട്ടാലൊന്നും മനസ്സിലാവില്ല. അത് സാധാ ഫ്രെയിം ഇടുന്ന ഷോപ്പിൽ എല്ലായിടത്തും ഇപ്പൊ ഉണ്ടല്ലോ. അല്ല, സ്റ്റുഡിയോയിലില്ല. ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. എന്റെ നാട്ടിലൊക്കെ ഫ്രെയിം ഇടുന്ന ഷോപ്സിലുണ്ട്, സ്റ്റുഡിയോയിലൊക്കെ ഉണ്ട്. ഇത് പുറകിലും രണ്ടായിട്ടിരുന്നതാണ്. അവരെന്തോ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇത് മാത്രം ഫിക്സ് ചെയ്യുന്നതാണ്. ഇതല്ലാതെ വേറെ മെത്തേഡ് ഉണ്ട്, കുറെ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് പേപ്പർ പോലെ തന്നെ ഇരിക്കും, അതിന്റെ മുകളിൽ കോട്ടിങ്ങൾ പോലെ നമുക്ക് ഫീൽ ആവില്ല.
എൻ്റെ നാട്ടിൽ സാധാ ലാമിനേഷൻ കൊടുത്ത് അവർ അതാ ചെയ്തു തരാം. ഇതിപ്പോൾ ആരും ചെയ്യുന്നില്ല, പ്ലാസ്റ്റിക് കോട്ടിങ് ആരും ചെയ്യുന്നില്ല. സാധാ ലാമിനേഷൻ പറയുമ്പോൾ തന്നെ അവർ അത്തരത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുള്ളൂ. പിന്നെ എനിക്കത് ശരിയല്ല, നല്ലതല്ലെന്ന് തോന്നിയത്. അത് നല്ലതാണ്. പ്ലാസ്റ്റിക് പൊളിഞ്ഞു പോകും കുറച്ച് കളയുമ്പോൾ. ആ. വേറെന്താ പിന്നെ ഒരു അറിയാനുള്ളത്? സംശയം, ഈ ചാർക്കോൾ പൗഡറും ഗ്രാഫൈറ്റ് പൗഡറും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ചാർക്കോൾ പൗഡർ ഉണ്ട്. ചാർക്കോൾ പെൻസിലും ഗ്രാഫൈറ്റ് പെൻസിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതേ ഡിഫറൻസ് ആണ് ഈ പൗഡേഴ്സ് തമ്മിൽ. ഗ്രാഫൈറ്റ് പൊടിക്കുമ്പോൾ ഗ്രാഫൈറ്റ് പൗഡർ കിട്ടും, ചാർക്കോൾ പൊടിക്കുമ്പോൾ ചാർക്കോൾ പൗഡർ കിട്ടും. അടുത്താൽ ഇത് രണ്ടും ചെയ്യാമോ? യെസ്, ചെയ്യാം. അത് നന്നാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്തെ ഇതല്ലേ? ഇല്ല, അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചാർക്കോൾ പൗഡറിന്റെ മുകളിൽ ഗ്രാഫൈറ്റ് പൗഡർ പിടിക്കില്ല. ഗ്രാഫൈറ്റ് പെൻസിലോ ഗ്രാഫൈറ്റ് പൗഡർ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസിൽ ആദ്യം ചാർക്കോൾ അപ്ലൈ ചെയ്യുക. ഏറ്റവും ബ്ലാക്ക് പോലെ തോന്നുന്ന ഏരിയാസിൽ ചാർക്കോൾ അപ്ലൈ ചെയ്ത് അത് ഏറ്റവും ഡാർക്ക് ആക്കുക. ബാക്കി ഭാഗങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ലെയർ ബൈ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കുറെ കൂടി ഡെപ്ത് കിട്ടും, കുറെ കൂടി കോൺട്രാസ്റ്റ് കിട്ടും, കുറെ കൂടി ബെറ്റർ ആയിട്ട് തോന്നും. ഞാൻ കാണിച്ചൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹാച്ചിങ് എന്ന് നമ്മൾ ഈ കുരങ്ങനെ വരച്ചില്ലേ, അതിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്ത് എനിക്ക് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നേ. പക്ഷെ പൗഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല എക്സാക്ട് ഡെപ്തിലോട്ട് കൊണ്ടുവരാം. കണ്ണിന്റെ ഈ ഒരു ഭാഗം, മൂക്കിന്റെ അകത്തെ ബ്ലാക്ക്, അവിടെ ഡെപ്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ബെറ്റർ ആവും. ആ, അതപ്പോ ഉള്ളിലോട്ട് വരുന്ന ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് ഞാനത് റബ് ചെയ്തത്, ഇറേസ് ചെയ്തതാണ്. ചാർക്കോൾ ഇട്ടിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ കൂടി ടൈം എടുക്കുന്നത് നല്ലതായിരിക്കും വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക്. ഇതൊക്കെ കണ്ടോ, ഈ ഒരു സ്പേസ് ഒക്കെ നമുക്ക് ആ പിക്ചർ, റെഫറൻസ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാനുണ്ടാവും. ഇവിടെ ലൈൻസ് മാത്രമല്ല ഉള്ളത്, അവിടെ ലൈറ്റ് ആൻഡ് ഷാഡോയും ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. കുറെ കൂടി ടൈം എടുത്ത് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. നമ്മൾ പഠിക്കുന്ന മെത്തേഡും ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെത്തേഡൊക്കെ എല്ലാ ചിത്രത്തിലും സെയിമാണ്, മെത്തേഡൊന്നും മാറുന്നില്ല. പക്ഷേ ഈ സെയിം മെത്തേഡ് തന്നെ ടൈം എടുത്ത് മാക്സിമം ഒബ്സർവ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതേ ടൂൾസ് കൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഒരു സജഷൻ, നെക്സ്റ്റ് ടൈം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ കുറേ ടൈം എടുക്കുക, ഒരു കുറച്ചധികം മാസങ്ങൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽസ്, ആ പേപ്പറിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ചെറിയ ഡൗട്ടുള്ളൂ. ആ പേപ്പർ കുറച്ച് അധികം ഡ്രോയിങ് ചെയ്ത പേപ്പർ ഭയങ്കര റഫായിട്ട് തോന്നി. പിന്നെ നേരത്തെ കാണിച്ച പേപ്പർ അക്രലിക് പെയിന്റിങ്ങിന്റെ, അതിൽ എഴുതിയിട്ടുണ്ടല്ലോ അക്രലിക് പെയിന്റിങ് പേപ്പർ എന്ന്, അത് പെയിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അത് ഡ്രോയിങ്ങിന് എടുക്കണ്ട. ഐവറി ഷീറ്റ് നല്ലതായിരിക്കും. പിന്നെ ഷോപ്പിലൊക്കെ പോയിട്ട് നേരിട്ട് വാങ്ങുന്നതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് ഫെയിൽ ചെയ്ത് വാങ്ങാമല്ലോ. സ്മൂത്ത് പേപ്പർ ആണെങ്കിൽ ഷെയ്ഡിങ് കുറെ കൂടി സ്മൂത്ത് ആവും. ബാക്കി ടൂൾസ് ഒക്കെ നല്ലതാണ്. ആ ഡ്രോയിങ് കാണുന്ന സമയത്ത് പെൻസിലിന് നല്ല ഡെപ്ത് ഉണ്ട്, പിന്നെ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മെത്തേഡ് അതിൽ ചെയ്ത് നന്നായിട്ടുണ്ട്. ടൂൾസിന് കുഴപ്പമൊന്നുമില്ല. പേപ്പർ മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. അതിൽ ചില പേപ്പേഴ്സ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ടെക്സ്ചർ ഉണ്ട്, അത് മാത്രം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആവും. അതുകൊണ്ടാണ് പിന്നെ പൗഡർ ഇങ്ങനെ അതെ. ആ പേപ്പർ റഫായിട്ടാ. ബാക്കിയെല്ലാം ടൂളിനെ കുറിച്ച് ഡൗട്ടൊന്നും വേണ്ട, പേപ്പർ മാത്രമേ പ്രശ്നമുള്ളൂ. യെസ്, അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു ടൈം എടുത്ത് നല്ലൊരു മാസ്റ്റർ പീസ് പ്ലാൻ ചെയ്തോ, അതിൽ നമ്മുടെ എല്ലാ പ്രശ്നവും അവസാനിക്കും. യെസ്, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.